ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാനിന്ന് പാല് കൊണ്ടുള്ളൊരു നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അതുപോലെ തന്നെ ഇഫ്താർ സ്പെഷ്യലും കൂടി ആയിട്ടുള്ള ഈ പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ആവശ്യം അതനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഞാൻ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പാലോ വെള്ളമോ ഒഴിച്ചൊന്ന് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാം. അത് നമുക്ക് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലവർ ഇല്ലേ അത് 2 സ്പൂൺ കലക്കി ഒഴിച്ചു കൊടുത്താലും മതിയാകും. കസ്റ്റർഡ് ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് കുറുകി വരും കേട്ടോ. അത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുക്കാവുന്നതാണ്. അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഏത് ബൗളിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം 2 മണിക്കൂർ സെറ്റാകാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കേണ്ടതുണ്ട്. അത് വറുത്തെടുക്കാം. പുഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ തേങ്ങ വറുത്തെടുക്കുന്നത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 1/4 സ്പൂൺ പോളം തന്നെ തേങ്ങ ചിരകിയത് മതിയാകും. ഞാൻ ഇച്ചിരി അധികം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/4 സ്പൂൺ തേങ്ങ ഇട്ട് നന്നായിട്ട് കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ പുഡിങ് ഇല്ലേ അത് 2 മണിക്കൂറായി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് അത് കമഴ്ത്തി തട്ടി കൊടുക്കാം. 2 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നോക്കി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ മുകളിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇത് കാണുന്നത് പോലെ തന്നെ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. നമ്മൾ വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരേ കണക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.